ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. അപ്പോ കുറെ സ്കില്ലുകൾ അന്വേഷിച്ചിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പലതരം സ്കില്ലുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഏത് സ്കില്ലുകൾക്കൊക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് വളരെയധികം ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾ ഇതിങ്ങനെ കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഭയങ്കര ഫ്രോഡാണ്. അപ്പൊ അതുകൊണ്ട് പലതരം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ SCRT അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ, പോഷണ സാധനങ്ങളൊക്കെ കണ്ടപ്പോ കുറച്ചൊന്നൊരു താല്പര്യം തോന്നി. അപ്പൊ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ SCRTക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? താങ്ക് യു സാർ. ഫസ്റ്റ് ഓഫ് ഓൾ സാർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതിലും നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ സംവിധാനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം തന്നതിലും ഞാൻ സാറിന് നന്ദി പറയണം. താങ്ക് യു. SCRT കൗൺസിൽ, സ്കിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു B2B പ്രസ്ഥാനമാണ്. എന്ന് പറയുമ്പോൾ കേരളത്തിൽ എഡ്യൂപ്രനേഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അവരുടെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ള കോഴ്സുകൾ, ഒന്നിലധികം ഇപ്പം ചില സ്ഥാപനങ്ങളിൽ 2, 3, 4 കോഴ്സുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു 100-ലധികം കോഴ്സുകൾ ഒരേ സമയം ഒരു സ്ഥാപനത്തിന് അവരുടെ പ്ലാറ്റ്ഫോമിൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ. 100-ലധികം കോഴ്സുകൾ ആക്ച്വലി 100 അല്ല, 100 കോഴ്സ് ഓൾറെഡി ഇപ്പൊ റെഡിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 700 കോഴ്സ് കഴിയോ? തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷണൽ ടീം നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇത് വൺ ഓഫ് ദ ഒരു ഓഫീസസ് മാത്രമാണ്. ഏകദേശം ഒരു 100-200ഓളം സ്റ്റാഫുകൾ മാത്രം നമുക്ക് ഇപ്പം ഓൾറെഡി ഈ ഓഫീസിൽ മാത്രം 200ഓളം സ്റ്റാഫുകൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പല മേഖലകളിലാണ്. ഇപ്പൊ അറിയാമല്ലോ, സാറിന് അറിയാം, ഇപ്പം ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ജോബിലേക്ക് പോകാൻ സുഖമാണ്. ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ പോകുന്ന ഡിഗ്രി PG കോഴ്സുകളിലെ ഒരു കുട്ടികൾ, ഇപ്പൊ ന്യൂജൻ കുട്ടികൾക്കൊക്കെ പൊതുവെ കുറെ പഠിക്കാനുള്ള സമയമൊന്നും ഇപ്പൊ ഇല്ല. അവർക്ക് അതിനുള്ള താല്പര്യമില്ല. പെട്ടെന്നൊരു സ്കില്ലിൽ ലഭിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ജോബിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹം പൊതുവെ ഉള്ളത്. അവിടെ ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ, AI-യുടെ കോഴ്സുകൾ, മെഷീൻ ലേണിംഗ് കോഴ്സുകൾ, സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾ, എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സുകൾ, പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ, സൈക്കോളജി കോഴ്സുകൾ, അക്കൗണ്ടിംഗ് കോഴ്സുകൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ, തുടങ്ങി ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ തുടങ്ങി നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള. ഇതിൽ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കോഴ്സ് വളരെ ചുരുങ്ങിയ സമയത്ത് പഠിക്കുകയും തന്റെ താല്പര്യങ്ങൾക്ക്, ഓരോ കുട്ടിയുടെ താല്പര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ഒരാൾക്ക് ചിലപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം, വേറെ ആൾക്ക് ചിലപ്പോൾ AI പഠിക്കാനായിരിക്കും താല്പര്യം വരുന്നത്, ചിലർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആയിരിക്കും, ചിലർക്ക് അക്കൗണ്ടിംഗ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ ഈവൻ M.Com കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് പോലും അക്കൗണ്ടിങ്ങില് ടാലി പോലത്തെ നല്ല ആപ്ലിക്കേഷൻസ് പഠിച്ചാൽ അവർക്ക് എന്തുള്ളൂ, ഒരു ഫിനിഷിംഗ് സ്കൂൾ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് പഠിക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടുക. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്റർവ്യൂവിൽ അവർ ഫെയിൽ ആവണത് അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല, ടെക്നിക്കൽ സൈഡും അവര് നോക്കിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കിൽ കോഴ്സുകൾ, വളരെ ഷോർട്ട് ടൈം കോഴ്സിൽ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 10-12ഓളം യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. UGC AICTE അംഗീകാരമുള്ള കോഴ്സുകൾ, യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള കോഴ്സ് നൽകുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 10-ലധികം യൂണിവേഴ്സിറ്റികളുടെ വൈവിധ്യങ്ങളായിട്ടുള്ള കോഴ്സുകൾ, അതോടൊപ്പം തന്നെ റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് ബോർഡുകളുണ്ട്. ആ ബോർഡിന്റെയും സർട്ടിഫിക്കേഷൻസ് സ്റ്റുഡൻസിന് ഓപ്ഷൻ ആയി കൊടുക്കുന്നുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം, ബോർഡ് സെലക്ട് ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഓൺലൈൻ ആയിട്ട് അതിന്റെ തിയറിറ്റിക്കൽ ഭാഗങ്ങളൊക്കെ പഠിച്ച്, ചില കോഴ്സുകൾക്ക് ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. അവർക്കൊരു 3 മന്ത് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം മാത്രമേ അവർ ഓഫ്ലൈൻ വരേണ്ട ആവശ്യമുള്ളൂ. 6 മന്ത് കോഴ്സ് ആണെങ്കിൽ അത്ര വരേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അത്തരത്തിൽ തന്റെ സ്വപ്നങ്ങൾ പൂവൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൽ കോഴ്സുകൾ സ്ഥാപനങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള A to Z കാര്യങ്ങൾക്ക് ആ സ്ഥാപനങ്ങൾക്ക് പുതിയ കോഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതിന് അതിന്റെ ഫാക്കൽറ്റി സപ്പോർട്ടുകൾ കൊടുക്കുക, അവർക്ക് സിലബസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് അതിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക, അതിന്റെ ഫാക്കൽറ്റി ലെവൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ നല്ലൊരു അസിസ്റ്റൻസ് ഉണ്ട്. തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ മുതൽ കോൺവെക്കേഷൻ വരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ കൊണ്ടുവരാനും അവർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ശരിക്കും നമ്മള് ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണെങ്കിൽ ശരിക്കും നിങ്ങളായിട്ടൊന്ന് ചെയ്താൽ തന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അവിടെ നമ്മളൊരു മേൽക്കോമ്പയിൽ നിൽക്കുന്ന അങ്ങനെയല്ല. സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർ എക്സാമ്പിൾ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ AB അക്കാദമി ആണെന്ന് വെച്ചോളൂ. അപ്പൊ ആ AB അക്കാദമിക്ക് വൈവിധ്യങ്ങളായിട്ടുള്ള പുതിയ കോഴ്സുകൾ നമ്മൾ കൊണ്ടുവരും. അതിൽ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും. അത് AB അക്കാദമിയുടെ ബ്രാൻഡിൽ തന്നെ ആയിരിക്കും പോവാ. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവിടെ ഒരു ഗുണം എന്ന് വെച്ചാല്
എനിക്കിപ്പോ നടത്താൻ പറ്റാത്ത കോഴ്സുകളും ആ. അല്ലെ അതെ. എന്റെ പേരിൽ തന്നെ എനിക്ക് നടത്താൻ കഴിയുന്നു. അതെ, നമ്മുടെ ബ്രാൻഡ് ചെയ്തിട്ട് സാറിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ്. അത് നല്ലൊരു പോയിന്റ് ആണ്. അപ്പോ എനിക്ക് സ്വന്തമായിട്ട് നടത്താൻ പറ്റില്ലെങ്കിലും ഈ കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വെച്ചിട്ട് എനിക്ക് തന്നെ നടത്താൻ പറ്റും. മാത്രമല്ല അതിലൊരു പിന്നെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 70% സാറിന് തന്നെയാണ് കിട്ടുന്നത്. 30% നമ്മള് സർട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും മൊത്തം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റ് റേഷ്യോ നോക്കുമ്പോഴും സാറിന് ആ ഒരു അക്കാഡമിക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ സാറിന് തന്നെ വൈറ്റ് ലേബിൾ ചെയ്തിട്ട് സാറിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് മാറ്റിയിട്ട് സാറിന് എന്ത് ചെയ്യാം, കുട്ടികൾ കൊടുക്കാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ദ സ്റ്റുഡന്റ് ഓഫ് ABA അക്കാദമി. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഈ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ കൊടുക്കുന്ന പൈസക്കുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടേതായ സ്വന്തം കാര്യത്തിലാണ് കൊടുക്കണെന്നുള്ളൊരു പോസിറ്റീവ് ചിലപ്പം സാറിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം AI കോഴ്സുകൾക്കൊക്കെ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ സാറിന് പ്രയാസം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിക്കോട്ടെ, ട്രെൻഡിങ് കോഴ്സുകൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഫാക്കൽറ്റി എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ ടീം ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാക്കൽറ്റികൾ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള കോഴ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന് കൊടുക്കുക. അപ്പൊ ഒരു ടുഗദർനെസിന്റെ കാലാണ് ഇപ്പോ. പരസ്പരം എനിക്ക് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, സാറിന് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂട്ടി യോജിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഇത്തരത്തിലിപ്പോ ഒരുപാട് സിനർജി സിനർജി വളരെയധികം ക്ലിക്ക് ചെയ്യുന്ന ഒരു സാധനം. അതെ. പിന്നെ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ. അതിവിടെ നമുക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ ലഭിക്കാത്തത് കൊണ്ടായിരിക്കും അവർ പക്ഷെ പോകുന്നത്. പിന്നെ ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം കോഴ്സ് പഠിച്ചിട്ട് ഇന്ത്യയിലും വിദേശത്തേക്ക് ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ അവസ്ഥ എന്ന് വെച്ചാൽ നല്ല കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്, നല്ല ആഗ്രഹങ്ങൾ വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ പലപ്പോഴും അവർ എത്തിപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ കഴിവ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ് ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു കരിയർ കൗൺസിലിംഗ് കൊടുക്കും. അപ്പൊ പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. സാറിന്റെ കേസിൽ തന്നെ സാറ് പഠിക്കുന്ന സമയത്തുള്ള താല്പര്യം ആവില്ല സാറ് എത്തിപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പാഷൻ കണ്ടെത്തിയിട്ട് അതിനേക്ക് പറ്റുന്ന രീതിയിലുള്ള ഫ്രീ കൗൺസിലിംഗ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു CRT കൗൺസിലിന്റെ ദൗത്യം. പിന്നെ പൊതുവിൽ ഇപ്പോ വരുന്ന കുട്ടികള് ഇവരെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും പുറത്തേക്കും പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അറ്റസ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെയാണ് സാർ നേരത്തെ പറഞ്ഞത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ, ഒരു യൂണിവേഴ്സിറ്റി അല്ല 10-ലധികം യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിയും വിദേശ രാജ്യങ്ങളിൽ അറ്റസ്റ്റേഷനും വെരിഫിക്കേഷനും ഒക്കെ കിട്ടുന്നതാണ്. ഒരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പെട്ടെന്ന് ഒരു സംവിധാനമായിട്ട് തട്ടിക്കൂട്ട് പരിപാടി അല്ലല്ലോ. അത് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ അവര് പിന്നെന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇനി അങ്ങോട്ടൊരു കുറെ കാലത്തേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ യൂണിവേഴ്സിറ്റി UGC എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പിന്നെ എഡ്യൂക്കേഷൻ അംഗീകൃത ബോഡിയാണ്. ആ ബോഡിയുടെ അംഗീകാരത്തോടെ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അവർ സർട്ടിഫിക്കേഷന്റെ അറ്റസ്റ്റേഷന്റെ കാര്യങ്ങളിലോ അതിന്റെ പിന്നെ വാല്യൂവിന്റെ കാര്യത്തിലോ ഒന്നുമില്ല. പിന്നെ സ്കിൽ കോഴ്സുകൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥലം വളരെ കുറവാണ്. അപ്പൊ ഇത് നമുക്കൊരു യുണീക്നെസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആ സ്ഥാപനങ്ങൾക്ക് ഒരു ജീവൻ വെക്കുകയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഏകദേശം 2005 മുതൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പാരലൽ കോളേജ് അധ്യാപകരായിട്ട് വന്ന ഒരാളാണ്. എനിക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ടും പല പാരലൽ കോളേജിലെ അവസ്ഥ, പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവസ്ഥ അറിയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് വൈവിധ്യമുള്ള കോഴ്സുകൾ കൊണ്ടുവരാനും ആ സ്ഥാപനത്തിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ അവർക്ക് വലിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതുവഴി കമ്മ്യൂണിറ്റിയിലേക്ക്, സൊസൈറ്റിയിലേക്ക് വലിയൊരു ഇപ്പൊ കുട്ടികൾ, പുതിയ കാലത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാല് അവരുടെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത. കാരണം ഓരോ കുട്ടികൾ ഇപ്പൊ ചിലപ്പോ നമ്മളെക്കാൾ വിവരമാണ് അവർക്ക് പല കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ അത്ര വിശദമായിട്ട് ചോദിക്കാൻ കാരണം വെച്ചാല് അവർക്ക് നല്ലൊരു ധാരണ കോഴ്സിനെ കുറിച്ച് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളായിട്ട് വന്നിട്ട് അവരൊരു സംസാരിക്കും. ഇതിലിപ്പോ പല സ്ഥാപനങ്ങളിലും വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 100-ലധികം കോഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ കോഴ്സുകൾ കൊടുക്കാം. നോ എന്നൊരു ആൻസർ ഒരിക്കലും പറയേണ്ടി വരില്ല. പിന്നെ ക്ലാസ്സുകൾ നമുക്ക് എല്ലാ മാസവും
പുതിയ പുതിയ ബാച്ചുകൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 60+ അസോസിയേറ്റ് സ്ഥാപനങ്ങൾ ഓൾറെഡി നമുക്കുണ്ട്. 60 സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഈ 60 സ്ഥാപനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കൊരു മെച്ചം എന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയ രീതിയിലുള്ള അഡ്മിഷൻസ് വരുന്ന സമയത്ത് അത്രയും വലിയ ഫാക്കൽറ്റി വെക്കാൻ പറ്റും. ഫാക്കൽറ്റികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കോഴ്സിന്റെയും നമുക്കറിയാം, മികച്ച ഫാക്കൽറ്റികൾ മികച്ച രീതിയിൽ കോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ കുട്ടികളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു ദൗത്യം CRT ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം ഏതായാലും സാറ് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്തെങ്കിലും സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാം. നമുക്ക് ഇരുന്നതിന് ശേഷം പ്രോഗ്രാമുകൾ ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അതായത് നമുക്ക് ഏത് കോഴ്സും തിരഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണിത്. കാരണം 100-ലധികം കോഴ്സുകളാണ് ഇപ്പോൾ തന്നെ ഓഫർ ചെയ്യുന്നത്. ഈ തുടക്കത്തിൽ തന്നെ ഇത്തരം കോഴ്സുകൾ ഓഫർ ചെയ്യാൻ എങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം കോഴ്സുകൾ ചെയ്യുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ അതിന്റെ പിന്നിലുള്ള കുറെ ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെയാണ് ഒരു സ്കിൽ ആപ്പ് തന്നെ, ഒരു ആപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് നമുക്ക് ഇത് ചെയ്തിരുന്നത്. അപ്പം ആക്സസ് വളരെയധികം കൂടും. ഈ ആപ്പ് വൈറ്റ് ലേബലിംഗ് മീൻസ് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആപ്പ് ആയിട്ടായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ വരിക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആപ്പ് ആയിട്ടായിരിക്കും അതിനകത്ത് വരിക. ഓക്കെ. പിന്നെ ഇത് ഫീൽ ചെയ്യാം, നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ട് ഇതിന്റെ ജെന്യൂനിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ കോഴ്സിന്റെ ക്ലാരിറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു അസോസിയേഷൻ ആയാൽ മതി. നമ്മൾ വെറുതെ നമ്മളൊരു എയറിൽ പറയുന്ന കാര്യമല്ല. എല്ലാ കാര്യവും നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് YMCA ക്രോസ് റോഡിലാണ് ഓഫീസ് വരുന്നത്. അവിടെ വന്നിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം കാരണം മനസ്സിലാക്കിയതിനു ശേഷം ബോധ്യപ്പെട്ടാൽ മാത്രം നമ്മുടെ അസോസിയേഷൻ ആവാം. ഇത്തരത്തിൽ അസോസിയേറ്റ് ഉള്ള 60-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പൊ പല ഡൊമൈനിലും പല മേഖലകളിലും കോഴ്സുകൾ നൽകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സ്ഥാപനത്തിന്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം തന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനായി മാറ്റാനും ഒത്തിരി പുതിയ കോഴ്സുകൾ കൊണ്ടുവരാനും അതിലൂടെ നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക്സ്.